ഇന്ന് നമുക്ക് നോക്കാവുന്നത് താങ്കളുടെ എനർജി ഉണ്ട്, താങ്കളുടെ പേഴ്സൻ്റെ എനർജി ഉണ്ട്. അത് രാത്രികാലങ്ങളിൽ താങ്കളെക്കുറിച്ച് ചിന്തിക്കുന്നുണ്ടോ, താങ്കളുടെ പേഴ്സൺ താങ്കളെക്കുറിച്ച് ചിന്തിക്കുന്നുണ്ടോ? പിന്നെ നിങ്ങളുടെ ലൈഫിലേക്ക് വന്ന ഔട്ട്കം എന്താണെന്ന കാര്യങ്ങളാണ് ചോദിച്ചത്. ഇത്തരം കാര്യങ്ങളാണ് ചോദിച്ചിരിക്കുന്നത്. അപ്പോൾ ഒരു ചെറിയ കാര്യം നിങ്ങൾക്ക് എന്തെങ്കിലും മാനിഫെസ്റ്റേഷൻ ചെയ്യാൻ ആഗ്രഹം ഉണ്ടെങ്കിൽ അത് നിങ്ങൾക്ക് മാനിഫെസ്റ്റേഷൻ കഴിവുണ്ടോ എന്നറിയാൻ വേണ്ടിയിട്ട് നിങ്ങൾ എന്തെങ്കിലും ഒരു ചെറിയ വസ്തു ആദ്യം നിങ്ങളുടെ കയ്യിൽ ഒതുങ്ങുന്ന ഒരു വസ്തു, ചെറിയ വിലക്കുള്ള എന്തെങ്കിലും വസ്തു നിങ്ങളൊന്ന് വിഷ്വലൈസ് ചെയ്യുക. അത് എങ്ങനത്തെ ആയിരിക്കണം, എത്ര ദിവസത്തേക്ക് കിട്ടണമെന്ന് മാനിഫെസ്റ്റ് ചെയ്യുക. അത് കിട്ടുമെന്ന് നോക്കുക. അപ്പോൾ അത് കിട്ടുവാണെങ്കിൽ നിങ്ങൾക്ക് അതിനുള്ള കഴിവുണ്ടെന്ന് മനസ്സിലാക്കാവുന്നതാണ്. അപ്പോൾ ഇന്നത്തെ റീഡിങ് നോക്കുവാണ്. നിങ്ങളുടെ ചിന്ത, നിങ്ങളുടെ എനർജി ഇതാണ്, ഡബിളാണ്. അപ്പോൾ നിങ്ങൾ നെഗറ്റീവായിട്ടുള്ള ഒരു മൂഡിലേക്ക് പോയിരിക്കുന്നത്. നിങ്ങൾ നിങ്ങളുടെ പേഴ്സണെ കുറിച്ച് ഓർക്കുന്നുണ്ടാകാം, കഴിഞ്ഞ കാര്യങ്ങളെക്കുറിച്ച് ഓർക്കുന്നുണ്ടാകാം, വേദനിക്കുന്നുണ്ടാകാം. എന്താണെങ്കിലും നിങ്ങൾ വളരെയധികം ഒരു ലസ്റ്റ് മൂഡിലാണ്. അതായത് ഒരു ഫിസിക്കലി നിങ്ങൾ വളരെ മോശമായ ഒരു മൂഡിലാണ് നിൽക്കുന്നത്. അപ്പോൾ ഇതാണ് നിങ്ങളുടെ മനസ്സിൽ വളരെ മോശമായിട്ട് നിങ്ങൾ പഴയ കാര്യങ്ങളൊക്കെ ചിന്തിക്കുന്നുണ്ട്, നിങ്ങൾക്ക് നെഗറ്റീവായിട്ട് ചിന്തയുണ്ട്. അതൊക്കെ നിങ്ങൾ എന്ത് ചിന്തിക്കണം, നെഗറ്റീവ് മൂഡിലായിരിക്കുന്നത്. പിന്നെ നിങ്ങൾ നിങ്ങളുടെ പേഴ്സണെ ചൂസ് ചെയ്യുന്നു എന്ന മീനിങ് വരുന്നുണ്ട്. ഓക്കെ, നിങ്ങൾ പേഴ്സണെ മാത്രം ചൂസ് ചെയ്തിരിക്കുന്നു. അപ്പോൾ അങ്ങനെ ഒരു മീനിങ്ങും ആ കാർഡിനുണ്ട്. പിന്നെ നിങ്ങളുടെ പേഴ്സൻ്റെ എനർജി എന്താണെന്ന് നോക്കട്ടെ. പേഴ്സൻ്റെ എനർജി 8 ഓഫ് പെൻറ്റക്കിൾസ് ആണ്. അദ്ദേഹം ജോലിയിലാണ്. അദ്ദേഹം എപ്പോഴും ജോലിയിൽ തന്നെയാണ്. അദ്ദേഹം പൈസ ഉണ്ടാക്കണം എന്നുള്ള ചിന്ത അത് മാത്രമാണ്. നിങ്ങളുടെ ഇടയിലുള്ള എനർജി എന്താണെന്ന് നോക്കട്ടെ. നിങ്ങളുടെ ഇടയിലുള്ള എനർജി കിങ് ഓഫ് വൺസ് ആണ്. അതായത് നല്ല ഉറച്ചൊരു ബന്ധമാണ് നിങ്ങളുടെ ഇടയിലുള്ളത്. എന്ത് തന്നെയാണെങ്കിലും അത് നല്ലൊരു പവറുള്ള ഒരു കാർഡാണിത്. അപ്പോൾ നിങ്ങളുടെ ഇടയിൽ എപ്പോഴും നല്ലൊരു ഉറച്ച ബന്ധമാണ്, നല്ലൊരു ഉറച്ച ബന്ധം തന്നെയുള്ളത്. അപ്പോൾ അദ്ദേഹം നിങ്ങളെ കുറിച്ച് രാത്രികാലം ചിന്തിക്കുന്നുണ്ടോ എന്ന് ചോദിച്ചപ്പോഴത്തേക്ക് നൈറ്റ് ഓഫ് കപ്സ് ആണ്. അത് തന്നെ വളരെ വലിയൊരു കാർഡാണ്, ഏറ്റവും നല്ല പവറുള്ള കാർഡാണ്. ഒരു രാജകുമാരൻ കപ്പുമായിട്ട് പോകുന്നത്. കപ്പെന്ന് പറഞ്ഞാൽ പ്രണയത്തിൻ്റെതാണ്. അപ്പോൾ നല്ലൊരു ചിന്ത നിങ്ങളെക്കുറിച്ച് അദ്ദേഹം രാത്രികാലം ചിന്തിക്കുന്നുണ്ട് നല്ല രീതിയിൽ. നിങ്ങളിലേക്ക് വരുന്ന ഔട്ട്കം എന്താണെന്ന് ചോദിച്ചു. തീർച്ചയായിട്ടും നല്ലൊരു ഫാമിലി ലൈഫാണ് ഇവിടെ കാണുന്നത്. അത് 10 ഓഫ് പെൻറ്റക്കിൾസ് ആണ്. തീർച്ചയായിട്ടും അദ്ദേഹം എന്നല്ല, തീർച്ചയായിട്ടും നിങ്ങളുടെ ലൈഫിലേക്ക് വരുന്നത് അല്ലെങ്കിൽ രണ്ടുപേരും ഒരുമിക്കുകയും നല്ലൊരു ഫാമിലി ലൈഫ് നയിച്ചു കൊണ്ടുപോകുന്നതായിട്ടാണ് കാണുന്നത്. അപ്പോൾ എന്ത് തന്നെയാണ് നിങ്ങൾക്ക് വിഷ്വലൈസ് ചെയ്യാവുന്നത്. ഇതെല്ലാം വിഷ്വലൈസ് ആണ്. അപ്പോൾ എന്ത് നെഗറ്റീവ് കാർഡ് വന്നാലും പോസിറ്റീവ് കാർഡ് വന്നാലും നമ്മളുടെ ഇച്ഛാശക്തി അതാണ് നടക്കുന്നത്. ഈ കാർഡ് പറയുന്നത് കൊണ്ടല്ല, നമ്മളിത് കണ്ടിട്ട് നമ്മൾ നെഗറ്റീവ് ആണെങ്കിൽ അതിനെ റിമൂവ് ചെയ്യുകയും പോസിറ്റീവ് ആണെങ്കിൽ നമ്മളതിനെ അക്സെപ്റ്റ് ചെയ്യുകയും അതിന് വേണ്ടിയിട്ട് വിഷ്വലൈസ് ചെയ്യുക. ഇതാണ് പറഞ്ഞു തരാനുള്ളത്. അപ്പോൾ നിങ്ങൾക്ക് വിഷ്വലൈസേഷൻ പവർ ഉണ്ടെന്ന് നോക്കണമെങ്കിൽ നിങ്ങൾ എന്ത് ചെയ്യണം, ഒരു ചെറിയ കാര്യം നിങ്ങൾ ആഗ്രഹിക്കുക, അതിന് ഒരു നിശ്ചിത സമയം പരിധി കൊടുക്കുക. വേണമെങ്കിൽ ഒരു ഫുഡായാലും മതി കേട്ടോ. ഒരു ബിരിയാണി എന്തെങ്കിലും തന്നെ നിങ്ങൾക്ക് അതിനെപ്പറ്റി അതിനെ സ്മെല്ല് ചെയ്യാം, അതിനെ കണ്ടറിയാം, അതിൻ്റെ ടേസ്റ്റ് അറിയാം. അങ്ങനെ മനസ്സുകൊണ്ട് നല്ല 5 സെൻസ് കൊണ്ട് നിങ്ങളതിനെ ഫീൽ ചെയ്തിട്ട് വിട്ട് കളയുക. എന്നിട്ട് 24 ഹവേഴ്സിൽ കിട്ടുമെന്ന് നോക്കുക. അങ്ങനെയൊക്കെ കിട്ടുവാണെങ്കിൽ അത് നിങ്ങൾക്ക് വിഷ്വലൈസേഷൻ പവറുണ്ട്. അപ്പോൾ തീർച്ചയായിട്ടും നിങ്ങൾ നന്നായിട്ട് മെഡിറ്റേഷൻ ചെയ്യുക. നല്ല രീതിയിൽ മുന്നോട്ട് പോയാൽ നിങ്ങൾക്ക് വിഷ്വലൈസ് ചെയ്യാനുള്ള പവർ കിട്ടും. അതേപോലെ തന്നെ നിങ്ങളുടെ ആഗ്രഹം സാധിക്കാനും പറ്റും. അപ്പോൾ വിഷ്വലൈസേഷൻ എന്ന് പറഞ്ഞാൽ തീർച്ചയായിട്ടും അതൊരു മൈൻഡിൻ്റെ കളിയാണ്. അപ്പോൾ നമ്മുടെ ഉള്ളിലുള്ള നെഗറ്റീവിനെ നോൺ പോസിറ്റീവ് ഇല്ലാതാക്കിയിട്ട് പോസിറ്റീവ് മാത്രം എടുക്കുക. നോൺ പോസിറ്റീവ് അവോയ്ഡ് ചെയ്യുക, പോസിറ്റീവിനെ എടുക്കുക. അപ്പോഴാണ് നമുക്ക് വിഷ്വലൈസേഷൻ വരുന്നത്. അപ്പോൾ എന്തെങ്കിലും നെഗറ്റീവായ ചിന്തകൾ വന്നാൽ ഞാൻ പറഞ്ഞു തരാറുണ്ട്. അതിനെ നെഗറ്റീവ് ആണെന്ന് കണ്ടാൽ അതിനെ ക്യാൻസൽ എന്ന് പറഞ്ഞ് ഒഴിവാക്കുക, അല്ലെങ്കിൽ ഡിലീറ്റ് എന്ന് പറഞ്ഞ് ഒഴിവാക്കുക. അതല്ലെങ്കിൽ നിങ്ങൾക്ക് നിങ്ങളെ തന്നെ ഒരു ചെറിയ അടിയോ പിച്ചോ കൊടുത്ത് അതിനെ നിങ്ങളുടെ മൈൻഡിനെ അവയർനെസ് ആക്കി തിരിച്ചു കൊണ്ടുവരാവുന്നതാണ്. അപ്പോൾ ഇങ്ങനെയൊക്കെയാണ് കുറച്ച് കാര്യങ്ങൾ ഉള്ളത്. ലോ ഓഫ് അട്രാക്ഷൻ എപ്പോഴും വർക്ക് ചെയ്യുന്നത് തന്നെയാണ്. കാരണം സദാസമയവും തഥാസ്തു പറഞ്ഞിരിക്കുന്നതാണ് ഈ പ്രപഞ്ചം. അപ്പോൾ നമ്മൾ എന്താണോ ആഗ്രഹിക്കുന്നതാണ് കിട്ടുന്നത്. അപ്പോൾ നിങ്ങൾക്കിവിടെ നല്ല കാര്യങ്ങൾ ചിന്തിക്കാം. ഇവിടെ കാണുന്നത് നല്ല കാർഡ് തന്നെയാണ്. നിങ്ങൾക്ക് ഒരു ലസ്റ്റ് അത് നിങ്ങൾ എന്തുകൊണ്ട് നിങ്ങളുടെ ആ കാർഡിന് വേറൊരു മീനിങ് ഉണ്ട്. ഡെവിൾഡ് കാർഡിന് മീനിങ് ഉണ്ട്, ചൂസ് എന്ന കാർഡും ഉണ്ട്. നിങ്ങളുടെ പേഴ്സണെ ചൂസ് ചെയ്തിരിക്കുന്ന മീനിങ്ങും ഉണ്ട്. അപ്പോൾ എന്താണെങ്കിലും നല്ലൊരു റീഡിംഗ് ആയിരുന്നു. നിങ്ങളത് വിഷ്വലൈസ് ചെയ്യുക, നിങ്ങൾക്ക് ക്ലെയിം ചെയ്തെടുക്കുക. ഓക്കെ ഫ്രണ്ട്സ്, താങ്ക് യു ഫോർ വാച്ചിങ് വീഡിയോ.